മോർണിംഗ് നമുക്കൊന്ന് വൈബാക്കാൻ ഇത്തിരി ഫ്യൂച്ചർ കൂടി വേണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആ സ്ഥലം വിട്ടതാണ്. അതുകൊണ്ട് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മളിവിടെ എത്തി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് ഗുരുകുലം അല്ലേ, പാലക്കാട് സ്കൂളിന്റെ ഒരു ടീമാണ് നമുക്ക് വേണ്ടി അടുത്ത മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത്. അതിനു മുന്നേ പ്രിൻസിപ്പൾ തന്നെ നമുക്ക് പ്രിൻസിപ്പളിനോട് തന്നെ സംസാരിക്കാം. അഭിമാനകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം 1ാം സ്ഥാനത്ത് നിങ്ങളെ സ്കൂളാണ് തുടരുന്നത്. ഇപ്പം കുട്ടികളെ അവതരിപ്പിക്കാൻ പോവാണ്. എങ്ങനെയാണ് സന്തോഷം പങ്കുവയ്ക്കുന്നത്? അതിയായ സന്തോഷം. നമ്മൾ വീണ്ടും 12ാം തവണ ബെസ്റ്റ് സ്കൂൾ എന്ന ടൈറ്റിൽ നമുക്ക് തന്നെ നേടാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ് ഗുരുകുലത്തിൻ്റെ കാര്യത്തിൽ. ഗുരുകുലം കാരണം പാലക്കാട് ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഈ തവണ പാലക്കാട് ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കിട്ടും. കഴിഞ്ഞു അല്ലേ? ഗംഭീരമായി പെർഫോം ചെയ്തു. ഓഡിയൻസും മറ്റുള്ളവരൊക്കെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. പിന്നെ എ ഗ്രേഡ് തന്നെ, നമ്മുടെ എല്ലാ ഐറ്റവും എ ഗ്രേഡ്. ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് ആകെ ഇൻഡിവിജ്വൽ 2 ഐറ്റമാണ് ലഭിച്ചത്. ആ ഇൻഡിവിജ്വൽ 2 ഐറ്റവും ഇവിടെ വന്ന് മറികടന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് 27 അപ്പീലുണ്ടായിരുന്നു. അതിലാകെ 2 അപ്പീലേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ അപ്പീലും അങ്ങനെ 12ഓളം ഐറ്റം ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഐറ്റം ഇവിടെ പങ്കെടുക്കാൻ പറ്റും. ഇത്തവണ പാലക്കാട് ജില്ലയിൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ട്രാജഡിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം. എന്നിട്ടും പക്ഷേ ഈ 202 കുട്ടികൾ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ പങ്കെടുത്തു. ആ 202 കുട്ടികളും ഇവിടെ വന്നു. അവരുടെ ഒരു പക്ഷേ ഇപ്പോൾ ചവിട്ട് നാടകമാണെങ്കിൽ അവരുടെ ഹൈസ്കൂൾ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചു. ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിൽ അവർ അങ്ങനെ കോൽക്കളി, അങ്ങനെ എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കലയെ ആ ഒരു ലഹരിയായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു കോമ്പറ്റീഷനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ല. ഇതിൻ്റെ കപ്പ് അടിക്കൽ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഈ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ 12 സ്കില്ല് വേണമെന്നാണ് പറയുന്നത്. ആ 12 സ്കില്ല് ആർജിക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ഈ പ്രോത്സാഹനം കൊടുക്കുന്നത്. കുട്ടികളും വളരെ ഹാപ്പിയാണ്, ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തകർക്കാൻ ഇവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ അല്ലേ, തകർക്കാൻ റെഡിയല്ലേ? യെസ്, നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ തകർക്കാൻ പുലിക്കുട്ടികൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുവരാം. പുലിക്കുട്ടികളാണെന്ന് പറയുന്ന സംശയമില്ല. കാരണം അവർ അത്രയും ഗംഭീര പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് അല്ലേ മനസ്സാ? തീർച്ചയായും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു. ഇത് ആദ്യമായിട്ടാണോ? അല്ലല്ലോ. അല്ല, ചിലര് വർഷങ്ങളായിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ? ആദ്യമായിട്ട് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ആദ്യമായിട്ടല്ലേ. എന്നാലും സ്റ്റേറ്റ് വരെ എത്തിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നിങ്ങളുടെ പരിശീലനമൊക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ളതാണല്ലേ വൃന്ദവാദ്യത്തിൽ? ഞങ്ങൾക്ക് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു കോഴിക്കോടിൽ നിന്ന്. ഞങ്ങൾ അവരുടെ മുൻനിർത്തത്തിൽ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ ജൂലൈ ഓഗസ്റ്റിൽ തുടങ്ങിയ പരിശീലനമാണ്. ഇത്രയും നാളത്തെ കഠിനാധ്വാനം ഫലം ലഭിച്ചിരിക്കുകയാണ് എ ഗ്രേഡ് കിട്ടിയിട്ട്. ഇവരുടെ ഐറ്റം കഴിഞ്ഞിട്ടില്ല. ഒരു പ്രകടനം കൂടി നമുക്ക് വേണ്ടി അതുകൂടി കാണാം.
ഏതായാലും നല്ല രീതിയിൽ തന്നെ അവർ പ്രകടനം കാഴ്ചവെക്കാൻ നിന്നതാണ്. പക്ഷെങ്കിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും തകർത്തു. നേരത്തെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ അവർ പുലിക്കുട്ടികളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇരട്ടി മധുരമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അല്ലേ മനസ്സിലാവും. തീർച്ചയായും നമ്മൾ ഇവിടെ വരുമ്പോൾ കണ്ട ഒരു കാഴ്ച ഒരു വീട് പോലെയാണ്. അത്രയ്ക്കും നേരത്തെ മാഷി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാടുള്ള മുഴുവൻ കുട്ടികളും തന്നെ പാലക്കാടുകാർ മൊത്തം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നല്ലേ. അതേപോലെ തന്നെ പറഞ്ഞു പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത് കലയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്, മത്സരമായിട്ടല്ല എന്നുള്ളത്. തീർച്ചയായും ആ ഒരു പാർട്ടിസിപ്പേഷൻ തന്നെയല്ലേ ഇതിൽ നടത്തി. അതെ, കല ഞങ്ങളുടെ ഉള്ളിലുള്ളതാണ് കല. അത് ഞങ്ങളുടെ കഴിവും പിന്നെ ഈ ട്രെയിനേഴ്സിൻ്റെയും ടീച്ചർമാരുടെ ഭയങ്കര ഹെൽപ്പുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രിൻസിപ്പൽ സാർ ഒട്ടും പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ നായകൻ തന്നെ പറയാം സാർ. അത്ര വലിയ സപ്പോർട്ടാണ് നൽകിയിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കലയാണ് ഞങ്ങളുടെ ലഹരി എന്ന്. അതുതന്നെയാണ്, ഒരു വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോവാതെ കല ഞങ്ങളുടെ ലഹരിയെ ഉൾക്കൊണ്ട് നടക്കുന്നവരാണ്. തീർച്ചയായും പ്രിൻസിപ്പൽ മാത്രമല്ല ഈ കുട്ടികളും വലിയൊരു മെസ്സേജ് തന്നെയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു മെസ്സേജ് പങ്കുവെക്കുന്നു. മാത്രമല്ല നമ്മുടെ സർക്കാർ മന്ത്രി വി ശിവൻകുട്ടി തന്നെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കലയെ കലയായിട്ട് കാണണം, മത്സര ഇനമായിട്ട് കാണരുത്, ഒരു വാശിയേറിയ മത്സരത്തിലേക്ക് കൊണ്ടുപോയി അതിനെ അവരുടെ പങ്കാളിത്തം തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ പുലിക്കുട്ടികൾ 1ാം സ്ഥാനം അടിച്ചാണ് ഇവിടുന്ന് പോകുന്നതല്ലേ മനസ്സിലാവും.